2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന വമ്പൻ ട്വിസ്റ്റുകൾ എന്തെല്ലാമാണ്? BJP, LDF, UDF ലക്ഷ്യം വയ്ക്കുന്ന കണക്ക് 140ഓളം മണ്ഡലങ്ങൾ, അതിൽ എത്ര സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും? LDF ഭരണം തുടരുമോ? UDF അട്ടിമറിക്കുമോ? BJP വലിയ ശക്തിയായി മാറുമോ? 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം എന്ന് പറയുന്നത്. എറണാകുളത്ത് ഇപ്രാവശ്യം എന്താണ് സംഭവിക്കാനായി പോകുന്നത്? എറണാകുളത്ത് 14ഓളം നിയമസഭാ സീറ്റുകളുള്ള സ്ഥലമാണ്. ഈ 14 നിയമസഭാ സീറ്റുകളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത്? അതായത് അങ്കമാലി, ആലുവ, എറണാകുളം, കളമശ്ശേരി, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, വൈപ്പിൻ, ഈ 14 സ്ഥലങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കണക്കുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് വന്ന ചില സർവേ കണക്കുകൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. കണക്കുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടതെന്ന് പറയുന്നത് 2021 എന്താണ് എറണാകുളത്ത് സംഭവിച്ചത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 14ഓളം നിയമസഭാ സീറ്റുകളിൽ 2021 സംഭവിച്ചിരിക്കുന്നത് UDFിൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് 14 നിയമസഭാ സീറ്റുകളിൽ 9 എണ്ണവും UDF ആയിരുന്നു 2021 നേടിയത്. LDFിന് 5 സീറ്റുകൾ എറണാകുളത്ത് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, അതോടൊപ്പം തന്നെ വൈപ്പിൻ, കളമശ്ശേരി, ഈ 5 സീറ്റുകൾ LDF നേടിയപ്പോൾ ബാക്കി ഉള്ള 9 സീറ്റുകളും തൂത്തുവാരിയത് UDF ആയിരുന്നു 2021. ഇനി 2026 കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും സർവേ റിസൾട്ടുകൾ എന്താണ് പറയുന്നത്? 2026 എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും? അവിടെ UDF വീണ്ടും മുന്നേറുമോ? LDF തിരിച്ചടി നേരിടേണ്ടി വരുമോ? അതോ ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാകുമോ? BJPക്ക് 2026 ഏതെങ്കിലും സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുമോ? 2021 അവർക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് എറണാകുളത്ത് സാധിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2026 UDFിൻ്റെ ഒരു തേരോട്ടം എറണാകുളത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിന് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു ഇടിവ് സംഭവിക്കാം, അല്ലെങ്കിൽ സീറ്റുകൾ കുറയാമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ BJPക്ക് ഇത്തവണ 2026 എന്ത് സംഭവിക്കുമെന്നും നമുക്ക് നോക്കാം. ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കാം. അതിലാദ്യം നമുക്ക് ആലുവ നോക്കാം. ആലുവയിൽ UDF സീറ്റാണ്. അവിടെ 2026 UDF നിലനിർത്തുമോ? BJPക്ക് അവിടെ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ്. 20,000-ലധികം വോട്ടുകൾ BJPക്ക് ഉള്ള ഒരു സ്ഥലമാണ്. ആ ആലുവയിൽ 2026 UDF ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്കമാലിയിൽ UDF ആണ്. UDF ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. എറണാകുളം UDF സീറ്റാണ്. എറണാകുളത്തും UDF ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ ഫലം പറയുന്നത്. കളമശ്ശേരി LDF സീറ്റാണ് നിലവിൽ. അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ LDFിന് ഒരു മുൻതൂക്കം ചെറിയ തോതിലെങ്കിലും നൽകുന്ന ഒരു സ്ഥലമായിട്ട് കളമശ്ശേരി മാറിയിരിക്കുന്നു. പക്ഷേ അവിടെയും ഒരു 50-50 ചാൻസസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ അത് LDF സീറ്റാണ്. അത് LDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. കോതമംഗലം വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഈ സർവേ പറയുന്നത്. കുന്നത്തുനാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത് LDF UDF തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നാണ് പറയുന്നത്. 50-50 ചാൻസ് ആണ് അവിടെയും നൽകുന്നത്. അവിടെ ചിലപ്പോൾ സീറ്റ് അട്ടിമറിക്കപ്പെടാമെന്നുള്ള തരത്തിലും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട്ടിൽ ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കുന്നു. അവിടെ LDF സീറ്റാണ് നിലവിലെങ്കിലും UDF LDF തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് 2026 സംഭവിക്കും. മൂവാറ്റുപുഴയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. നിലവിൽ അത് UDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് 2026 കണക്ക് പറയുന്നത്. പറവൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അവിടെയും UDF തന്നെ 2026 നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പെരുമ്പാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും UDF സീറ്റാണ്. പക്ഷെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. LDF UDF തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി പിറവത്തേക്ക് വരുമ്പോഴത്തേക്കും പിറവം നിലവിൽ UDF സീറ്റാണ്. പക്ഷേ അത് 2026 കോൺഗ്രസിന്റെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ പറയുന്നത്.
ഇനി തൃക്കാക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ് നിലവിൽ. അതും UDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഇനി തൃപ്പൂണിത്തറയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അവിടെയും UDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഇനി വൈപ്പിനിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. പക്ഷേ അത് 2026 വരുമ്പോഴത്തേക്കും അവിടെ LDF UDF തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ സീറ്റ് LDFന് ഒരു ചെറിയ തോതിൽ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും 14 സീറ്റുകളിൽ ഒരു UDF മുന്നേറ്റം ഉണ്ടാകുമെന്നും LDFന് ചിലയിടങ്ങളിൽ സീറ്റ് നഷ്ടമാകുമെന്നും പറയുന്നു. ഇനി BJPയിലേക്ക് വരുമ്പോഴത്തേക്കും BJPക്ക് സീറ്റുകളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് എറണാകുളത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് പലയിടങ്ങളിലും വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുമെന്നും ചിലയിടങ്ങളിലൊക്കെ ടൈറ്റ് ഫൈറ്റ് നടത്തണം, അതായത് ഇപ്പോൾ LDF UDF ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടങ്ങളിൽ BJP വോട്ടുകൾ നിർണായകമാകുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. വോട്ട് ശതമാനം അവർക്ക് എറണാകുളത്ത് ഉയർത്താൻ സാധിക്കുമെന്നും പലയിടങ്ങളിലും അവരുടെ വോട്ട് ശതമാനം ഉയരുമെന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഇനി 2026 സീറ്റ് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ UDFന് 9 സീറ്റുകളാണ് എറണാകുളത്തുള്ളതെന്ന് പറയുന്നത്. LDFന് 5 സീറ്റുകളും. അത് 2026 വരുമ്പോഴത്തേക്കും UDFന് മാക്സിമം പോയാൽ ഒരു 11-12 സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. മാക്സിമം ഒരു 12 സീറ്റുകൾ UDFിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറും. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 സീറ്റുകളിൽ നിന്നും ചിലപ്പോൾ അത് 2-3 സീറ്റുകളായിട്ട് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് 2 സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ടും അത് 2 സീറ്റുകളിലേക്കോ 3 സീറ്റുകളിലേക്കോ മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. BJPക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നും വ്യക്തമാവുന്നു നിലവിലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും UDFന്റെ ഒരു തേരോട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് നിലവിലുള്ള സീറ്റുകളിൽ ഒരു നഷ്ടം സംഭവിക്കും. 2-3 സീറ്റുകൾ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFന് നിലവിലുള്ള 9 സീറ്റുകളിൽ നിന്നും 11-12 ആയിട്ട് ഉയരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഈ സർവേ വ്യക്തമാക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സർവേ ഫലങ്ങൾ പോലെ തന്നെ ഇനിയിപ്പോൾ റിസൾട്ട് വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ച് UDFന് മേൽക്കൈയുള്ള ഒരു സ്ഥലം തന്നെയാണ്. 2021 പോലും അവർക്ക് 9 സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിലവിലത്തെ സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും കാത്തിരുന്ന് തന്നെ കാണണം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് തരം അട്ടിമറികൾ, എന്ത് തരം ട്വിസ്റ്റുകളാണ് എറണാകുളത്തെ ജനങ്ങൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDF BJPക്കായിട്ട് കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കണ്ടു തന്നെ അറിയണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് എന്ത് തരം വിധിയായിരിക്കും ജനങ്ങൾ നൽകുക എന്നുള്ളത് അറിയാനായി.